നമസ്കാരം. ദേവാർപ്പണത്തിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാർഗം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ്. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം കലി അടങ്ങാതിരുന്ന നരസിംഹത്തെ സമാധാനിപ്പിക്കാനാണ് വരാഹി അവതരിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് സമാധാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അവർ സ്വർഗത്തിലേക്ക് മടങ്ങി. ഭക്തിയോടെയും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുന്നവരെ വരാഹി ദേവി അനുഗ്രഹിക്കും. വരാഹിയുടെ രൂപം ഉഗ്രമാണ്, എന്നാൽ ദേവി ഒരു കുട്ടിയാണ്. എപ്പോഴും തൻ്റെ ഭക്തരോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞവളാണ്. പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദേവി തൻ്റെ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുമെന്നാണ് പറയുക. ഒരു കാര്യം ആദ്യമേ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശമോ ആരെങ്കിലും മോശമായി ചിന്തിക്കുന്നതോ ഉണ്ടെങ്കിൽ വരാഹി ദേവി പ്രസാദിക്കില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളെ ആരാധിക്കുന്നത് ശരിയല്ല. മാത്രവുമല്ല, അവൾ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. നല്ല മനസ്സുള്ളവരെയും ആരോടും ഒരു ദുരുദ്ദേശമില്ലാത്തവരെ മാത്രമേ അവൾ അനുഗ്രഹിക്കുകയുള്ളൂ. ദേവി രാത്രിയുടെ അമ്മയായതിനാൽ പകൽ ആരാധിക്കാൻ പാടില്ല. രാത്രി ആരാധിക്കുന്നതാണ് ഉത്തമം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദി പരാശക്തിയാണ് വരാഹി ദേവി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നും കൂടി അറിയപ്പെടുന്നത്. കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി, പന്നിമുഖി, വാർത്താളി, ദണ്ഡനാഥ, താന്ത്രിക ലക്ഷ്മി, സേനാനായിക, സേനാനാഥ, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി, പാതിരാ പഞ്ചമി, രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ് ഇത്. പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി എന്നാണ് പറയുക. പഞ്ചങ്ങൾ അഥവാ ഇല്ലായ്മകൾ അല്ലെങ്കിൽ ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി ആരാധിക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് പറയുക. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ മഹാത്രിപുര സുന്ദരിയുടെ ശക്തി സേനയുടെ സൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നുണ്ട്. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമാണ് ഭഗവതി എന്നാണ് വിശ്വാസം. പ്രധാനമായും ശാക്തേയ ആരാധനാമൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി സാമ്പത്തികമായി ഉന്നതിയിലെത്തുവാൻ വേണ്ടി വരാഹി ദേവിയെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാം. ഓം ഹ്രീ യോഗിനി യോഗഭയങ്കരി വരാഹി നാമം. ഒന്നും കൂടി പറയാം. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹി നാമം. രാത്രിയിൽ മുടങ്ങാതെ 21 ദിവസം ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പുലർച്ചെ 3:30-നും 5:30-നും ഇടയിൽ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഉത്തമമാണ്. അതായത് ദേവി രാത്രിയുടെ അമ്മയായതിനാൽ പകൽ ആരാധിക്കാൻ പാടില്ല.